ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് തന്നിട്ടുള്ളത്? ടൈപ്പ് 2 കോഡിംഗ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് കേജസ് ആർ കോൾഡ് റോക്കറ്റ്സ്, റോക്കറ്റ്സ് ആർ കോൾഡ് ട്രാപ്സ്, ട്രാപ്സ് ആർ കോൾഡ് planets, planets are called aeroplanes, aeroplanes are called cycles, and cycles are called cars. What is earth? എർത്ത് എന്താണ്? ഒരു പ്ലാനറ്റ് ആണ്. അപ്പോൾ പ്ലാനറ്റിൻ്റെ കോഡ് നോക്കിയാൽ മതി. പ്ലാനറ്റ് എന്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? എയറോപ്ലെയിൻസ് എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരിക ഈ എക്സാമ്പിളിൻ്റെ എയറോപ്ലെയിൻസ്. ഫോർത്താണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. രണ്ടാമത്തെ സ്ലൈഡിൽ എന്താണ്? ടൈപ്പ് 3 തന്നിട്ടുണ്ട്. കോഡിംഗ് ബേസ്ഡ് ഓൺ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ലെറ്റേഴ്സ്, അതായത് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. കോഡിംഗ് ബൈ റിവേഴ്സിങ് ലെറ്റേഴ്സ്, അതായത് ലെറ്റേഴ്സ് റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നതാണ് ഇവിടെ വരുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ടെമ്പറേച്ചർ എന്ന് തന്നിട്ടുണ്ട്. അത് ERUTAREPMETI. അതെങ്ങനെയാണ് വന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എഡ്യൂക്കേഷൻ ഇതേ സ്കീമിൽ എങ്ങനെ എഴുതാമെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ്? ടെമ്പറേച്ചർ അല്ലേ, അതെടുത്ത് എഴുതാം. ടെമ്പറേച്ചർ എന്തായി? ERUTAREPMETI. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കി നോക്ക്. ഇവിടെ ഫസ്റ്റ് ടി വരുന്നുണ്ടല്ലോ, ടെമ്പറേച്ചറിൻ്റെ ടി. അത് നമ്മുടെ കോഡിലേക്ക് മാറിയപ്പം ടി ലാസ്റ്റിലേക്കായി. പിന്നെ അതേപോലെ തന്നെ വരുന്നുണ്ട് രണ്ടാമത്. ഇവിടെ നിന്ന് ലാസ്റ്റിലേക്കായി, ബാക്കിൽ നിന്ന് രണ്ടാമതായി. വരുന്നുണ്ട്, അത് നേരെ ബാക്കിൽ നിന്ന് മൂന്നാമതായി. പി വരുന്നുണ്ട്, ബാക്കിൽ നിന്ന് നാലാമതായി. വരുന്നുണ്ട്, ബാക്കിൽ നിന്ന് അഞ്ചാമതായി. അപ്പം എന്ത് മനസ്സിലാക്കാം? ഡയറക്റ്റ് ഇത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന വേർഡിലുള്ള ലെറ്റേഴ്സ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് അതേപോലെ കോഡ് ചെയ്ത് നോക്കാം. ഏത്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ലാസ്റ്റ് വരുന്നത് എന്താണ്? എൻ ഫസ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് O വരും, അത് കഴിഞ്ഞിട്ട് I വരും, അത് കഴിഞ്ഞിട്ട് T വരും, അത് കഴിഞ്ഞിട്ട് A വരും, അത് കഴിഞ്ഞിട്ട് CUDE വരും. ഒന്നുമില്ല, നമ്മൾ ബാക്കിൽ നിന്ന് റിവേഴ്സ്, ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എഴുതി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? NOITACUDE എന്ന് കിട്ടി. അതാണെന്ത്? എഡ്യൂക്കേഷൻ്റെ കോഡ് വരുന്നത്. ഈ സ്കീമിൽ അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? വെൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആർ ഡിവൈഡഡ്, അതായത് കുറച്ച് രണ്ട് പെയറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിലൊരു സബ് ഹെഡിങ് വന്നിട്ടുണ്ട്, വെൻ ദ നമ്പേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇവൻ. അതായത് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. 4 ആണെങ്കിൽ 2 എടുക്കാം, 6 ആണെങ്കിൽ 3 എടുക്കാനോ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെറ്റേഴ്സ് വരുമ്പോൾ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻ എ സെർട്ടൻ കോഡ് ടെമ്പിൾ ഈസ് റിട്ടൺ ആസ് METELP, ദെൻ ഹൗ വിൽ ആക്ഷൻ ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്. ആ കോഡിൽ എങ്ങനെയാണ് ആക്ഷൻ എഴുതുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് എന്താണ്? ടെമ്പിൾ, TEMPLE. അതെന്തായി? METELPI. രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്താണ്? വെൻ ദി നമ്പേഴ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഈസ് ഇവൻ. ഇവൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഈക്വലായിട്ട്. അപ്പോൾ എന്താണ്? TEM എടുത്തു, PLE എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് ഭാഗങ്ങളാക്കി അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതുവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതെന്തായി? TEMൽ METI, അതായത് റിവേഴ്സ് എടുത്ത് എഴുതി. പിന്നെ അതേപോലെ തന്നെ PLEനെ എന്തായി? ELP എന്ന് എഴുതി. അങ്ങനെയാണ് നമുക്ക് ആക്ഷൻ നോക്കി നോക്കാം. ആക്ഷൻ എഴുതാലോ. ACTION
അതിനെന്താക്കണം, 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് TCA എന്ന് എഴുതണം, ACTനെ. പിന്നെന്താണ്, IONനെ NOI എന്ന് എഴുതണം. അപ്പോൾ ആക്ഷൻ്റെ കോഡ് ഈ ലാംഗ്വേജിൽ എങ്ങനെയാണ് വരിക, TCANOI. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, വെൻ ദ നമ്പേഴ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഈസ് ഓഡ്. അതായത് നമുക്ക് കംപ്ലീറ്റ്ലി 2 ഭാഗങ്ങളാക്കാൻ പറ്റൂല, പെയറാക്കി മാറ്റാൻ പറ്റൂല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് മാജിക്കൽ ഈസ് റിട്ടൺ ആസ് മാജിലാക്ക്, ദെൻ ഹൗ വിൽ ലെറ്റേഴ്സ് ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്. അപ്പം നമുക്ക് നോക്കാം. മാജിക്കൽ എന്നല്ല തന്നിട്ടുള്ളത്, MAGICAL. അതെന്തായി, MAGI, അത് എന്താണ്, LACI. അപ്പം എന്താണ്, ആദ്യത്തെ 4 ലെറ്റേഴ്സിന് ഒരു മാറ്റം വരുന്നില്ല. MAGI ഒരു മാറ്റം വരുന്നില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മാറ്റം വരുന്നത്, ലാസ്റ്റത്തെ 3 ലെറ്റേഴ്സ് എന്തായി, റിവേഴ്സ് ഓർഡറിൽ എഴുതി. CALനെ LAC എന്ന് എഴുതി. അപ്പോൾ അതേ മെത്തേഡ് നമുക്ക് ലെറ്റേഴ്സിൽ അപ്ലൈ ചെയ്ത് നോക്കാം. LETTERS. ഫസ്റ്റത്തെ 4 എണ്ണം ഒരു ചേഞ്ചും വരുന്നില്ല. 1 2 3 4. എന്താണ്, LETT. അത് കഴിഞ്ഞിട്ട് എന്താണ്, ലാസ്റ്റത്തെ ERS SRE ആവും, SRE. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ കോഡ് ഈ ലാംഗ്വേജിൽ എങ്ങനെയാണ് വരിക, LETTSRE. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്താണ്, 3ാമത്തെ ടൈപ്പാണ് വരുന്നത്. വെൻ ദ ലെറ്റേഴ്സ് ഓഫ് വേർഡ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 or more ഗ്രൂപ്പ്സ് ആൻഡ് ദെൻ ഓൾ ഓർ സം പർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ആർ റിട്ടൺ ഇൻ റിവേഴ്സ് ഓർഡർ. അതായത് കുറച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നത്. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ എന്താണ്, ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് പൊസിഷൻ ഈസ് റിട്ടൺ ആസ് POSTIION, then how will language be written in that code. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, പൊസിഷൻ തന്നതെടുത്ത് എഴുതുക, POSITION. അതെന്തായി, POSTIION ആയി. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഫസ്റ്റത്തെ 3 ലെറ്റേഴ്സ് ഒരു മാറ്റം വരുന്നില്ലല്ലോ. POS തന്നെ വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ 3 ഒരു മാറ്റം വരുന്നില്ല. ION തന്നെ വരുന്നുണ്ട്. പിന്നെന്താണ്, നടുക്കത്തെ 2 ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് എഴുതി. നമുക്ക് ഇതേ മെത്തേഡ് എന്തിൽ, ലാംഗ്വേജിൽ അപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ കിട്ടും. ലാംഗ്വേജ് LANGUAGE. എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റത്തെ 3 എണ്ണം ഒരു മാറ്റം വരുന്നില്ല, ലാസ്റ്റത്തെ 3 എണ്ണം ഒരു മാറ്റം വരുന്നില്ല, നടുക്കത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് എഴുതി. അപ്പോൾ LAN അതേപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ്, GU എന്താവും, UG ആവും, UG. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 3 അതേപോലെ എഴുതിയാൽ മതി, AGE. അപ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ് ഈ ലാംഗ്വേജിൽ എഴുതുക, LANUGAGE. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, 4ാമത്തത് വരുന്നത്. വെൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റിമെയിൻസ് അറ്റ് ദി സെയിം പ്ലേസ് ബട്ട് ദ മിഡിൽ ലെറ്റേഴ്സ് ആർ റിവേഴ്സ്ഡ്. അതായത് ആദ്യത്തെയും അവസാനത്തെയും ലെറ്റേഴ്സിൽ അതേപോലെ തന്നെ നിൽക്കും, അതിൻ്റെ ഇടയിലുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം റിവേഴ്സ് വരും. ഫസ്റ്റ് നമ്മൾ നോക്കി എന്താണ്, കംപ്ലീറ്റ്ലി റിവേഴ്സ് വരും.
പിന്നെ അത് കഴിഞ്ഞിട്ട് നടുക്ക് നിർത്തിയിട്ട് അതിൻ്റെ ഇടയത്തെ റിവേഴ്സ് വരും. ഇതിപ്പോൾ എന്താണ്, ലാസ്റ്റത്തെ രണ്ടും അതേപോലെ തന്നെ നിൽക്കും, ഫസ്റ്റും ലാസ്റ്റത്തെ അതേപോലെ നിൽക്കും, അതിൻ്റെ ഇടയിലുള്ള റിവേഴ്സ് വരും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് റെസ്പോൺസ് ഈസ് റിട്ടൺ ആസ് RSNOPSEE, then how will doctor be written in that language? അപ്പം നമുക്ക് നോക്കാം ഡോക്ടർ എങ്ങനെയാണ് ആ കോഡിൽ വരികയെന്ന്. ഇപ്പം തന്നത് ആദ്യം എടുത്ത് എഴുതാം. റെസ്പോൺസ് അല്ലേ, RESPONSE. അതെന്തായി RSNOPSEE. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞെന്താണ്, ഫസ്റ്റത്തെയും അവസാനത്തെയും ഒരു ചേഞ്ചും വരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആറും ഈ അവിടെ തന്നെ ഉണ്ട്. പിന്നെ എന്താണ്, നടുക്കത്തെ റിവേഴ്സായി, അതായത് എസ് ഇങ്ങോട്ട് വന്നു, എൻ ഇങ്ങോട്ട് വന്നു, ഒ ഇങ്ങോട്ട് വന്നു, പി ഇങ്ങോട്ട് വന്നു, എസ് ഇങ്ങോട്ട് വന്നു, ഇ ഇങ്ങോട്ട് വന്നു. റിവേഴ്സ് ചെയ്തു, അത്ര തന്നെ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഇതേ മെത്തേഡ് എന്തില്ല ഡോക്ടറിൽ അപ്ലൈ ചെയ്യാം. DAUGHTER. അപ്പം എന്താണ്, ഫസ്റ്റ് ഡിയും ആറും അതേപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്ന്, അതായത് ETHGUA ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഇ വരും, ടി വരും, എച്ച് വരും, ജി വരും, യു വരും, എ വരും. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഈ കോഡിൽ എഴുതുക, DETHGUAR. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്, വെൻ ഈച്ച് ലെറ്റർ ഓഫ് ദി വേർഡ് ഈസ് റിട്ടൺ അറ്റ് എ സർട്ടൈൻ പ്ലേസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ട്രയാങ്കിൾ ഈസ് റിട്ടൺ ആസ് AGTRELN, then how will magical be written in that code? അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, തന്നിട്ടുള്ളത് എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. രണ്ടും അടുപ്പിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ താഴെ എഴുതുമ്പോൾ നമുക്ക് സുഖമായിട്ട് മനസ്സിലാക്കാം. ട്രയാങ്കിൾ TRANGLE, അതെന്തായി AGTRELN. അപ്പോൾ ഇത് നോക്കുമ്പോൾ എന്തൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ? ടി എങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, എ ഇങ്ങോട്ട് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, എൻ ഇങ്ങോട്ട് പോയി, എല്ലാം അവിടെ തന്നെ നിന്നു, ആറ് ഇങ്ങോട്ട് പോയി, ജി എന്തായി ഇങ്ങോട്ട് പോയി, അതേപോലെ തന്നെ ഇ ഇങ്ങോട്ട് വന്നു. നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നമുക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വരയ്ക്കണ്ട, നമ്പർ കൊടുത്തു നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ ടി എന്ന് പറയുന്നതാണ് 1. അപ്പോൾ നമുക്കിവിടെ 1 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 6 2, 6 എവിടെ, 2 ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് A3, ഇവിടെ 3 വരും. പിന്നെന്താണ്, N4, ഇവിടെ 4 വരും. G5, ഇവിടെ 5 വരും. അത് കഴിഞ്ഞിട്ട് L എന്താണ് 6, ഇവിടെ 6 വരും. അത് കഴിഞ്ഞിട്ട് ഇ എന്ന് പറയുമ്പോൾ എന്താണ് 7, ഇവിടെ ഇ വരും. അപ്പോൾ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, മാജിക്കൽ എടുത്ത് എഴുതുക ആദ്യം. മാജിക്കൽ MAGICAL. അതിന് നമുക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6 7 തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കുഴപ്പം വരില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ നമ്പർ അറിയാലോ, 3 5 1. അതായിരിക്കും കോഡ് വരിക. 3 5 1 2 7 6 4.
അപ്പോൾ ആ ലെറ്റേഴ്സ് സെലക്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് 3 എന്ന് പറയുമ്പോൾ ഏതാണ് ജി വരും, 5 എന്ന് പറയുമ്പം സി വരും, 1 എന്ന് പറയുമ്പം എം വരും, 2 എന്ന് പറയുമ്പം എ വരും, 7 എന്ന് പറയുമ്പം എൽ വരും, 6 എന്ന് പറയുമ്പോൾ എന്താണ് എ വരും, 4 എന്ന് പറയുമ്പോൾ എന്താണ് ഐ വരും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ് GCMALAI. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നാലാമത്തെ ടൈപ്പ് നോക്കാം. നാലാമത്തെ ടൈപ്പ് എന്താണ്? കോഡിംഗ് ഓഫ് ലെറ്റേഴ്സ് ബൈ ദെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് ഇൻ എ സെർട്ടൈൻ ലാംഗ്വേജ് NIL ഈസ് റിട്ടൺ ആസ് MOHJKM, then how will COMB be written in that language? അപ്പോൾ നമുക്ക് നോക്കാം. NIL എന്തായി? MOHJKM എന്നായി. അപ്പോൾ എന്താണ്? എന്നിൻ്റെ മുന്നിൽ എം വരും, എൻ കഴിഞ്ഞിട്ട് ഒ വരും. അതേപോലെ തന്നെ ഐൻ്റെ മുന്നിൽ എച്ച് വരും, ഐ കഴിഞ്ഞിട്ട് ജെ വരും. അതേപോലെ തന്നെ എല്ലിൻ്റെ മുന്നിൽ കെ വരും, എല്ല് കഴിഞ്ഞിട്ട് എം വരും. അതായത് ലെഫ്റ്റും റൈറ്റും എടുത്തെഴുതി. അപ്പോൾ അതേ മെത്തേഡ് നമുക്കിവിടെ COMBയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. COMB. അപ്പോൾ സിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കൊന്ന് എടുത്തെഴുതാം. C3 O എന്താണ് 15 വരും, M 13 വരും, B 2 വരും. അപ്പോൾ നമുക്കെന്താണ് സിൻ്റെ മുന്നേ 2ഉം വരും, അതായത് അത് കഴിഞ്ഞിട്ട് എന്താണ് 4ഉം വരും. പിന്നെയെന്ന് പറയുമ്പോൾ 15ൻ്റെ മുന്നേ എന്താണ് 14, 15 കഴിഞ്ഞിട്ട് എന്താണ് 16, അതേപോലെ തന്നെ 13ൻ്റെ മുന്നേ 12, 13 കഴിഞ്ഞിട്ട് എന്താണ് 14, പിന്നെ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ 2ൻ്റെ മുന്നേ 1, 2 കഴിഞ്ഞിട്ട് 3. അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഉള്ള ലെറ്റേഴ്സ് നോക്കിയാൽ മതി. D2 വരും, D4 വരും, N14 വരും, P16 വരും, L12 വരും, N14 വരും, A1 വരും, പിന്നെ അതേപോലെ തന്നെ C3 വരും. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ആൻസർ? COMB ഈ കോഡിൽ എഴുതുമ്പോൾ വരുന്നത്. അതായത് BDNPLNAC. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ടൈപ്പ് 5 തന്നിട്ടുണ്ട്. ടൈപ്പ് 5 എന്താണ്? കോഡിംഗ് ഇൻ ഫിക്റ്റീഷ്യസ് ലാംഗ്വേജ്. അപ്പോൾ അത് നോക്കാം. എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്? ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് ഓവർ ആൻഡ് എബോ ഈസ് റിട്ടൺ ആസ് ഡാപ്പ. അപ്പോൾ നമുക്ക് എടുത്തെഴുതാം. ഓവർ ആൻഡ് എബോ എന്തായി? ഡാപ്പ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ആൻഡ് ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഈസ് റിട്ടൺ ആസ് സാനാപ്പ. ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്തായി? സ-ന-പ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ ഈസ് ഓവർ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്. ഓവറിൻ്റെ കോഡ് ലാംഗ്വേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഇത് നമുക്ക് 3 എക്സാമ്പിൾ വരും എക്സാമിനൊക്കെ. പക്ഷെ ഇവിടെ 2 തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റൂല. എന്നാലും നമുക്ക് ഒരു ഫൈനലൈസ് 1 അല്ലെങ്കിൽ 2 എന്നുള്ള രീതിയിൽ എത്താൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഓവറിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓവർ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് 2 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻഡ് 2ലും ഉണ്ടല്ലോ. ഓവർ ആൻഡ് എബോ, ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആൻഡ് 2ലും കോമൺ ആണ്. അപ്പം നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കുമ്പോൾ ഏതാണ് 2 കോമൺ വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻഡിൻ്റെ വാല്യൂ കിട്ടി. അതായത് ഡാ അല്ല വരുന്നില്ല, പി എ വരുന്നുണ്ട്, പാ വരുന്നുണ്ട്. അത് 2ലും കോമൺ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ആൻഡിൻ്റെ കോഡാണ് PA. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓവറിൻ്റെ ആണ്. ഓവറിൻ്റെ ഏതാ വരിക?
ഇനി നമുക്ക് ഓവർ ആൻഡ് എബോവ് അതിൻ്റെയാണ് ഡ ടി എ. നമുക്കത് രണ്ടും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓവറിൻ്റെ ഏതാണ് വരിക? ഡ ഓർ ട. ഇതാണ് ഓവറിന് വരിക. ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓവറിന് ഡ ഓർ ടി എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. ടൈപ്പ് 6 കോഡിംഗ് ബേസ്ഡ് ഓൺ നമ്പേഴ്സ്. ഇത് വളരെ സിമ്പിളാണ്. ഇഫ് ഇൻ എ സർട്ടൻ ലാംഗ്വേജ് എ ഈസ് കോഡഡ് ആസ് 1, ബി ഈസ് കോഡഡ് ആസ് 2, സി ഈസ് കോഡഡ് ആസ് 3 ആൻഡ് സോ ഓൺ, ദെൻ ഫൈൻഡ് ദ കോഡ് ഫോർ ഇ ഇ സി ഡി. അപ്പം നമുക്ക് നോക്കാം. ഇതൊന്നുമില്ല, പ്ലേസ് വാല്യൂ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. എ ഇ ഇ സി ഡി ആണല്ലോ. അതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് എയിൻ്റെ വാല്യൂ എന്താണ്? 1. ഇൻ്റെ വാല്യൂ എന്താണ്? 5 അല്ലേ വരിക? 5. അതേപോലെ തന്നെ പിന്നെയും ഇ വരും 5. സിൻ്റെ വാല്യൂ എന്താണ്? 3 വരും. ഡീൻ്റെ വാല്യൂ എന്താണ്? 4 വരും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? 1 5 5 3 4. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിലും വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇൻ എ സർട്ടൻ കോഡ് 3 ഈസ് കോഡഡ് ആസ് 6. 3 എന്തായി? 6 ആയി. 4 ഈസ് കോഡഡ് ആസ് ഡി. 5 ഈസ് കോഡഡ് ആസ് എൻ. 6 ഈസ് കോഡഡ് ആസ് പി. ദെൻ ഫൈൻഡ് ദ കോഡ് ഫോർ 5 3 4 4 6. ഇതിൻ്റെ എല്ലാം നമുക്ക് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. 5 3 4 4 6. 5ൻ്റെ ഏതാണ് വരുന്നത്? എൻ. 3ൻ്റെ ഏതാണ് വരിക? 6. 4ൻ്റെ ഏതാണ് വരിക? ഡി. പിന്നെ അതുപോലെ തന്നെ 6ൻ്റെ ആണ് പി വരുന്നത്. അപ്പോൾ എൻ ആർ ഡി ഡി പി എന്നാണ് ഈ എക്സാമ്പിളിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മൾ ഇന്ന് ഇത്ര ടൈപ്പ് നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.